ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാനായി പോകുന്നത് 4 മണി ചായയിലേക്ക് കഴിക്കാൻ ഒരു സ്പെഷ്യൽ വിഭവമാണ്. വിഭവം എന്നാൽ നമ്മുടെ ഈ ചക്ക തന്നെയാണ് താരം. ചക്ക സാധാരണ പഴുത്ത ചക്കയാണ്. പക്ഷേ പഴുത്ത ചക്ക കഴിച്ചാൽ ചിലർക്ക് വയറിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ് എങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ചക്കയുടെ ചുള മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാതും ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ പഴുത്ത ചക്ക അങ്ങനെ നേരിട്ടാരും കഴിക്കാറില്ല, വേവിച്ചിട്ടൊക്കെ കഴിക്കാറ്. അട ഉണ്ടാക്കിയിട്ടും പായസം ഉണ്ടാക്കിയിട്ടും ഒക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതി. അപ്പോൾ ഇത് ഇനി നമുക്ക് എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട്, നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ 3 ടീസ്പൂണൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ചക്ക ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീർന്നിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നെയ്യ് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൽ ആവശ്യത്തിന് 1 സബോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിനധികം ഒന്നും ആവശ്യമില്ല. ഈ സബോളയും നമ്മുടെ വേപ്പില കടുക് ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇത്തിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മധുരത്തിനൊപ്പം ഇത്തിരി എരിവും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതും 4 മണിക്കൊക്കെ കഴിക്കുന്ന ചായക്കാണ് ഇത് അടിപൊളിയിട്ടാണ്. അപ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഇങ്ങനെ മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ അധികം എരിവ് അറിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒരിത്തിരി വേവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റ് അറിയട്ടോ. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഈ ചക്ക ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ, മറക്കരുത്. അത്രക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അടിപൊളി കട്ടൻ ചായയും തയ്യാറാക്കാം. എന്നിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാം. അങ്ങനെ നമ്മളിതിലേക്ക് ഒരു കട്ടൻ ചായയും ഉണ്ടാക്കുകയാണ്. കട്ടൻ ചായ തയ്യാറാക്കുമ്പോൾ നമ്മളൊരിത്തിരി കരിഞ്ചീരകവും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടൻ ചായ തയ്യാറായി. ഇനി നമ്മളിത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരേക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.